നമുക്ക് പ്രധാനമായും ഇന്നത്തെ പത്രവാർത്തകളിലൂടെ മിന്നൽ വേഗത്തിലൊന്ന് സഞ്ചരിച്ചു വരാം. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളായിരിക്കും ഇന്ന് പത്രങ്ങളിൽ നിറയാൻ പോകുന്നത്. ഒന്ന്, CPM സംസ്ഥാന സമ്മേളനം MV ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരുമെന്നുള്ള വാർത്ത. മറ്റൊരു വാർത്ത, ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ കിരീട നേട്ടം. ഇത് രണ്ടും പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ലീഡ് വാർത്തയാക്കിയിട്ടുണ്ടാവും. എങ്ങനെയാണ് വിവിധ തലക്കെട്ടുകളിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. മലയാള മനോരമയിലേക്ക് എത്തിയാൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി രണ്ടാം ഊഴം. ഗെറ്റ് സെറ്റ് ഗോവിന്ദൻ എന്നാണ് ഈ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് ചാമ്പ്യൻസ് വീരോഹിതം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയുമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചിത്രവും മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ഗെറ്റ് സെറ്റ് ഗോവിന്ദൻ എന്നാണ് CPM സമ്മേളന വാർത്ത. സെക്രട്ടേറിയറ്റിൽ 3 പുതുമുഖങ്ങൾ, സംസ്ഥാന കമ്മിറ്റിയിൽ 15, മന്ത്രി R ബിന്ദു കമ്മിറ്റിയിൽ, വീണ ജോർജ് സ്ഥിരം ക്ഷണിതാവ്. തുടർഭരണ ലക്ഷ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നിൽ അണിനിരുന്ന CPM സംസ്ഥാന സമ്മേളനം പാർട്ടിയെ നയിക്കാൻ MV ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു. കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ ഇതോടെ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത പുതിയ സെക്രട്ടറിയായി. പുതിയ കമ്മിറ്റി ചേർന്നപ്പോൾ MV ഗോവിന്ദന്റെ പേര് EP ജയരാജനാണ് നിർദ്ദേശിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 കമ്മിറ്റിയിൽ 15 പുതുമുഖങ്ങൾ ഇടം കണ്ടു. പ്രായപരിധിയും അനാരോഗ്യവും മൂലം ഒരു നിര നേതാക്കളെ കൂട്ടത്തോടെ ഒഴിവാക്കിയാണ് അഴിച്ചുപണിക്ക് കളമൊരുക്കിയത്. തെരഞ്ഞെടുപ്പുകളെല്ലാം ഏകകണ്ഠമായി നടന്നത് പാർട്ടിയിലെ ഐക്യത്തിന് തെളിവായി എന്നാണ് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. വിയോജിപ്പ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിലെ പ്രതിഷേധം മറച്ചുവെക്കാതെ P ജയരാജനും J മെഴ്സിക്കുട്ടിയമ്മയും. സംസ്ഥാന കമ്മിറ്റിയിലാണ് പാനലിനോട് വിയോജിപ്പുണ്ടെന്ന് ജയരാജൻ തുറന്നടിച്ചത്. എതിർത്ത് വോട്ട് ചെയ്യുന്നില്ലെങ്കിലും ഈ പാനൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ തടഞ്ഞതിനെതിരെ പരസ്യമായാണ് പ്രതിഷേധിച്ചത്. രൂക്ഷ വിമർശനം ഉന്നയിച്ച ഫേസ്ബുക്കിലിട്ട കുറിപ്പ് പിന്നീട് പിൻവലിച്ചു. ചെഗുവേരയുടെ വാക്കുകളിൽ ഉദ്ധരിച്ച് കണ്ണൂരിൽ നിന്നുള്ള N സുകന്യയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിയോജിപ്പ് വ്യക്തമാക്കി. ഇങ്ങനെ ചെറിയ ചെറിയ വിയോജിപ്പുകളാണുള്ളത്. പക്ഷേ P ജയരാജൻ പരസ്യ പ്രതികരണത്തിൽ നിന്നില്ല. പത്മകുമാർ മാത്രമാണ് പരസ്യമായി പ്രതികരിച്ചത് ആ വിഷയത്തിൽ. ബാക്കിയെല്ലാം ഏകകണ്ഠമായി തന്നെ CPM സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനങ്ങൾ വന്നു. ചാമ്പ്യൻസ് എന്ന തലക്കെട്ടോടുകൂടി ഇന്ത്യ ഇന്നലെ ന്യൂസിലൻഡിനെതിരെ നേടിയ മിന്നും വിജയം പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട് മനോരമ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ജേതാക്കൾ. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 4 വിക്കറ്റ് വിജയം. 12 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ചാമ്പ്യൻസ് കിരീടത്തിൽ മുത്തമിടുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്നലെ തൊട്ടതെല്ലാം പൊന്നായി. ആദ്യം പന്തെറിയാൻ ഏൽപ്പിച്ച ബൗളർമാരെല്ലാം വിക്കറ്റെടുത്ത് പ്രതീക്ഷ കാത്തു. പിന്നാലെ രോഹിത് ബാറ്റ് കൊണ്ട് തൊട്ട പന്തുകളെല്ലാം 4കളും 6കളുമായി ഗാലറിയിലെത്തി. ഒടുവിൽ പൊൻതിളക്കമുള്ള ICC ചാമ്പ്യൻസ് ട്രോഫി തന്നെ ഇന്ത്യൻ ക്യാപ്റ്റന്റെ കയ്യിലെത്തി. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ സ്വന്തമാക്കിയത് 1 വർഷത്തിനുള്ളിൽ 2ാം ICC കിരീടം കഴിഞ്ഞ വർഷം ജൂണിൽ 2020 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മിന്നും വിജയമാണ് ദുബായിൽ ഇന്ത്യൻ ടീം നേടിയത്. വീരോചിതമായ ബാറ്റിംഗ് ആയിരുന്നു രോഹിത് ശർമ്മയുടേത്. വിരാട് കോഹ്ലി 1 റൺസ് മാത്രമേ എടുത്തുള്ളൂവെങ്കിലും ഈ ടൂർണമെന്റിൽ വിരാട് കോഹ്ലിയുടെയും നിർണായകമായ ഇന്നിംഗ്സുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, നവീൻ ബാബുവിന്റെ മരണത്തിൽ ചോദ്യം ആവർത്തിച്ച് പ്രതിപക്ഷം. പമ്പിനു പിന്നിലാര് എന്നാണ് പത്രം ചോദിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തുടർച്ചയായി ഉന്നയിച്ച് പ്രതിപക്ഷം. വിവാദ പെട്രോൾ പമ്പ് ആരുടേതാണ്? നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഉന്നയിച്ചു തുടങ്ങിയ ചോദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെയും ആവർത്തിച്ചു. നവീനെതിരെ പരാതി നൽകിയ TV പ്രശാന്ത് ബിനാമി മാത്രമാണെന്നും CPM പ്രമുഖ നേതാവിലേക്ക് നീളാവുന്ന ബന്ധം പമ്പിനുണ്ടെന്നുമുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പമ്പിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം വേണമെന്നാണ് ആവശ്യം. നവീന്റെ മരണത്തെ തുടർന്ന് അറസ്റ്റിലായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ പാർട്ടി പൂർണ്ണമായി തള്ളിപ്പറയാത്തതിന് പിന്നിലും ചില അണിയറ രഹസ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. നവീന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ വിഷയം തൽക്കാലം നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കേണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പോലീസ് അന്വേഷണം പൂർത്തിയാകും വരെ സംയമനം പാലിക്കുമെന്നാൽ സഭയ്ക്ക് പുറത്ത് സർക്കാരിനെ കടന്നാക്രമിക്കും. ഇതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിടിയിലായ വാർത്ത ഇന്നലെ നമ്മളെ ഞെട്ടിച്ചിരുന്നു. ഞെട്ടാനൊന്നുമില്ല. സിനിമാ ക്യാമ്പുകൾ, പല സിനിമാ സെറ്റുകളിലും ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അറസ്റ്റ് ലൊക്കേഷനിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു. ഈ ആവേശം, സൂക്ഷ്മദർശിനി തുടങ്ങിയ സിനിമകളുടെയൊക്കെ മേക്കപ്പ് മാൻ ആയിരുന്നു രഞ്ജിത്ത് ഗോപിനാഥൻ. സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് ഗോപിനാഥനെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടി. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനമൻ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാഗമണിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രക്കിടെ കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ ഇല്ലിച്ചുവടിന് സമീപം ഇന്നലെ 9:30 ഈ ഗോപിനാഥനെ പിടികൂടിയത് എന്ന വാർത്തയാണ് മനോരമ
ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ പ്രധാന വാർത്തയായി മാതൃഭൂമി ക്യാപ്റ്റന്റെ വിജയമെന്ന തലക്കെട്ടിൽ ഇന്ത്യയുടെ ന്യൂസിലൻഡിന് മേൽ നേടിയ ചാമ്പ്യൻസ് ട്രോഫി വിജയമാണ് പ്രധാന വാർത്തയായി നൽകുന്നത്. രോഹിതിന്റെ മികവിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 3ാം കിരീടം. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. രോഹിത് ശർമ്മ കളിയിലെ താരം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എല്ലാം കരുതി വെച്ചത് ഈ ദിവസത്തിന് വേണ്ടിയായിരിക്കണം. റൺ കണ്ടെത്താൻ മറ്റെല്ലാവരും കഷ്ടപ്പെട്ട പിച്ചിൽ ക്യാപ്റ്റന്റെ കളിയുമായി നിറഞ്ഞ രോഹിത് ശർമ്മയിലൂടെ ഇന്ത്യ വീണ്ടും ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ. 2020 പിന്നാലെ ആ ചാമ്പ്യൻസ് ട്രോഫിയും ഇങ്ങി പോന്നു. രോഹിതിന്റെ മികവിൽ ഇന്ത്യ എന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി പത്രം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് CPMന്റെ വാർത്ത മാതൃഭൂമി മുഖ്യമന്ത്രിയുടെ നയത്തിന് പാർട്ടി അംഗീകാരം എന്ന തലക്കെട്ടോടു കൂടിയാണ് നൽകുന്നത്. എല്ലാവർക്കും സൗജന്യമില്ല എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ നയരേഖയിലെ ഒരു പ്രധാനപ്പെട്ട പരാമർശം ഫീസും സെസും ചുമത്തുന്നതുമായി സംബന്ധിച്ചായിരുന്നു. വരുമാനത്തിനനുസരിച്ച് സർവീസുകൾക്ക്, സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയിലെ വിഷയമാണ് പത്രം ലീഡാക്കുന്നത്. എല്ലാവർക്കും സൗജന്യമില്ല, സെസ് ലക്ഷ്യമല്ല, സാധ്യത മാത്രമാണ്. CPM സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിനായുള്ള നയവും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിനിധികൾ ഉയർത്തിയ ആശങ്കകൾക്ക് പാർട്ടി നയത്തിൽ ഉറച്ചു നിന്നായിരിക്കും പദ്ധതികളും വിഭവ സമാഹരണമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി സൗജന്യം അർഹരായവർക്ക് മാത്രമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ നിലവിലുള്ള സൗജന്യ ചികിത്സയടക്കമുള്ള ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവരിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന സൂചനയാണ് മറുപടികളിൽ തെളിയുന്നത്. സാധ്യമായ മേഖലകളിൽ സെസ് എന്നത് ലക്ഷ്യമല്ല, സാധ്യത മാത്രമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് പൊള്ളിച്ച് അൾട്രാ വയലറ്റ് എന്നാണ്. വേനൽ കടുത്തതോടെ കേരളത്തിൽ പലയിടത്തും സൂര്യരശ്മിയിൽ അൾട്രാ വയലറ്റ് വികിരണത്തിൽ നിന്നുള്ള തോത് വർദ്ധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി. സൂക്ഷിക്കണം, ജാഗ്രത വേണം. 14 ജില്ലകളിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് മീറ്ററുകളിൽ ദിവസവും വികിരണത്തിന്റെ സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ പ്രസിദ്ധീകരിക്കുന്നതിനനുസരിച്ച് ഇടുക്കിയിലെ ജില്ലയിലെ മൂന്നാർ, കൊല്ലം എന്നിടങ്ങളിൽ, കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ സൂചിക 8 ആണ്. അതിജാഗ്രത പുലർത്തേണ്ട സ്ഥിതിയാണ്. സൂചിക 8 മുതൽ 10 വരെയാണെങ്കിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകുന്നത്. 11 മുകളിലാണ് ഏറ്റവും ഗുരുതര സാഹചര്യം, അപ്പോൾ ചുവപ്പ് മുന്നറിയിപ്പ് നൽകും. 6 മുതൽ 7 വരെ മഞ്ഞ മുന്നറിയിപ്പാണ്. കോന്നി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ 7ആണ്. തൃത്താലയിൽ 6. അൾട്രാവയലറ്റ് വികിരണം കൂടുതൽ ഏൽക്കുന്നത് ചർമ്മത്തിൽ അർബുദത്തിനുള്ള സാധ്യത വരെ ഉണ്ടാക്കും. സൂര്യാഘാതത്തിനും ചർമ്മരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമാകും. തൊപ്പി, കുട, സൺഗ്ലാസ് തുടങ്ങിയവ ഉപയോഗിക്കണം. ശരീരം മുഴുവൻ മറയ്ക്കുന്ന പരുത്തി വസ്ത്രങ്ങളാണ് അഭികാമ്യം. പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അസൽ മനസ്സ് എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. യുവത്വത്തിൽ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. കണ്ടുപരിചയം പോലുമില്ലാത്ത മുഖമായിരുന്നു അത്. നിറയെ യാത്രക്കാരുള്ള ബസ്സിൽ കുഴഞ്ഞു വീണ ആ മനുഷ്യനെ താങ്ങി ഓട്ടോയിൽ ആശുപത്രിയിലേക്കവൻ പാഞ്ഞു. ജീവന്റെ വില അതുമാത്രമായിരുന്നു മുഹമ്മദ് അസ്ലം എന്ന 22-കാരൻ്റെ മനസ്സിൽ. ഫെബ്രുവരി 25-ന് ഉത്രാളിപ്പൂരം ദിവസമാണ് സംഭവം. പൂരത്തിന് പോകാൻ അസ്ലം ഉച്ചയ്ക്ക് കോളേജിൽ നിന്നിറങ്ങി. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ തിരുവല്ലോമല ബസ്സിൽ കയറി അല്പനേരം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന യാത്രക്കാരൻ്റെ കണ്ണട മുഖത്ത് നിന്ന് വീണു. ഉറങ്ങുകയാണെന്ന് തോന്നി. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ എത്തിയപ്പോഴും പ്രതികരണമില്ല. അസ്ലാം തൻ്റെ മനസ്സിലെ സംശയം കണ്ടക്ടറോട് പറഞ്ഞു. തുടർന്ന് വിയൂർ പാലത്തിന് സമീപം ബസ് നിർത്തി 3-4 പേർ ചേർന്ന് ബസ്സിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി ഓട്ടോയിൽ കയറ്റി. പക്ഷേ ഓട്ടോയിൽ അവരാരും കയറിയില്ല. അസ്ലാം ഒറ്റയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അസ്ലാമിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടും നന്ദിപുരം കുമരഞ്ചിറ മഠത്തിൽ നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൂടിയിരിക്കുന്ന മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആലോചിക്കാൻ തോന്നുന്ന മനസ്സ് അത് ആദരണീയമായ മനസ്സാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പാർട്ടി പത്രത്തിൽ പാർട്ടി സമ്മേളന വാർത്തയും ചിത്രവും എന്താണ് എന്നത് തലക്കെട്ടും എന്തായിരിക്കുമെന്നൊരു കൗതുകമുണ്ടാവും. നയിക്കാൻ മാഷ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി പത്രം പാർട്ടി സമ്മേളന വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രകാശ് കാരാട്ടും MV ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രി പിണറായി വിജയനും അടങ്ങുന്ന 3 പേർ റെഡ് വോളണ്ടിയർ മാർച്ചിലും ഒപ്പം സമ്മേളന നഗരിയിലേക്കും എത്തുന്നതിൻ്റെ മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദേശാഭിമാനി പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റേത് അധാർമിക സമീപനം എന്ന് കാരാട്ട് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട വാർത്തയുടെ ലീഡായി പത്രം നൽകിയിരിക്കുന്നത്. മാധ്യമം പത്രത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൻ്റെ ലീഡ് ഗോവിന്ദകാലം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി. ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ നേടിയ വിജയം ഇന്ത്യക്ക് കിരീടമെന്നൊരു തലക്കെട്ടിൽ ഒതുക്കുന്നു. പണമില്ല, ട്രഷറിയിൽ പ്രതിസന്ധി എന്നൊരു വാർത്ത കൂടി മാധ്യമം പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ചെലവഴിക്കൽ മുറുക്കി പിടിച്ച് സാമ്പത്തിക വർഷാവസാനത്തെ ഭാരിച്ച ചെലവുകൾ മുന്നിൽ നിൽക്കെ ട്രഷറി
കടുത്ത പ്രതിസന്ധിയിലാണ് എന്നാണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ഇസ്രായേലും ഹമാസും ഒരുങ്ങുന്നു എന്ന വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തെ ഗട്സി ഇന്ത്യ എഡ്ജസ് പാസ്റ്റ് ന്യൂസിലൻഡ് ടു ക്ലെയിം ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന വാർത്തയാണ് നൽകുന്നത്. KL രാഹുലിനെയും രവീന്ദ്ര ജഡേജയും വിജയം ആഘോഷിച്ച ഷോട്ട് എടുത്തതിന് ശേഷം സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ചിത്രവും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ഇൻ മണിപ്പൂർ, വിമൻ ബ്ലോക്ക് വൈറ്റൽ ഹൈവേ. മണിപ്പൂരിൽ പ്രത്യേകിച്ച് കാങ്പോപ്പി പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. മണിപ്പൂരിൽ പ്രതിഷേധം തുടരുകയാണ്. സ്ത്രീകൾ ഇറങ്ങി ഹൈവേ ബ്ലോക്ക് ചെയ്തു എന്ന വാർത്തയും ദ ഹിന്ദു പത്രം വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗോവിന്ദൻ റീഇലക്റ്റഡ് CPM സ്റ്റേറ്റ് സെക്രട്ടറി, 3 new faces in സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ്, 17 in പാനൽ എന്ന നിലയിലാണ് കൊല്ലത്ത് സമാപിച്ച CPM സംസ്ഥാന സമ്മേളനത്തെ ദ ഹിന്ദു പത്രം കൈകാര്യം ചെയ്യുന്നത്.